നമ്മുടെ ജിമെയിലിൽ ഇതുപോലെ അക്കൗണ്ട് സ്റ്റോറേജ് ഫുള്ളായി പോകുന്നൊരു പ്രശ്നം പലരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് രണ്ട് ഓപ്ഷനാണുള്ളത്: ക്ലീൻ അപ്പ് സ്പേസും ഗെറ്റ് സ്റ്റോറേജും. അപ്പോൾ സ്റ്റോറേജ് ആണെങ്കിൽ നമ്മൾ പൈസയും കൊടുത്ത് വേണ്ടി വരും. ക്ലീൻ അപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് നമ്മുടെ ഡാറ്റകളൊന്നും മിസ്സാവാതെ എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് മറികടക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മെമ്മറി ഫുള്ളായ ജിമെയിൽ അക്കൗണ്ട് ആദ്യം തന്നെ ലോഗിൻ ചെയ്യാം. ജിമെയിൽ എടുക്കുക, ലോഗിൻ ചെയ്യാം. ഇനി ഇതിൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ ഓൾ സെറ്റിങ്സ് എടുക്കുക. ഓൾ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ടാബുകൾ കാണാം. അതിൽ നമ്മൾ ഫോർവേഡിങ് ആൻഡ് POP എന്നുള്ള ടാബിൽ താഴോട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും POP ഡൗൺലോഡ് സെക്ഷൻ. അതിൽ എനേബിൾ POP ഫോർ ഓൾ മെയിൽ ക്ലിക്ക് ചെയ്യുക. നേരെ താഴോട്ട് വരിക, സേവ് ചേഞ്ചസ് കൊടുക്കുക. ഇനി നെക്സ്റ്റ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനാണ്. നമ്മളെ മെയിലിൻ്റെ ആ ഫോട്ടോ കണ്ടിട്ട് ക്ലിക്ക് ചെയ്യുക. മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്സ് സെലക്ട് ചെയ്യുക. ഇതിൽ സെക്യൂരിറ്റി എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടായിട്ട് നിങ്ങൾക്ക് കാണാം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ഇവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓഫാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഉള്ള മെയിൽ ഐ പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷനാണ് വരിക. അവിടെ നിങ്ങളുടെ പാസ്വേഡ് അടിക്കുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ നമ്മൾ സ്ക്രീനിലേക്ക് എത്തും. അവിടെ 2 ഓപ്ഷൻ കാണാം: ആഡ് ഫോൺ നമ്പർ അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആഡ് ഫോൺ നമ്പറാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഞാൻ ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഓൾറെഡി ഫോൺ നമ്പർ ആഡ് ചെയ്തതും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കഴിഞ്ഞ ആൾക്കാർ ഈ സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. പിന്നെ തൊട്ടപ്പുറത്തായിട്ടുള്ള ഇടത്തേപ്പുറ സൈഡിൽ കൺട്രി സെലക്ട് ചെയ്യാം. കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്തു. ഇന്ത്യ സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അപ്പോൾ ആ വെരിഫിക്കേഷൻ കോഡ് നമ്മൾ ഫോണിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെയുള്ള വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇത് ഈ ഒരു സ്ക്രീനിൽ ഡണ്ണ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരെ വീണ്ടും നമ്മുടെ മാനേജ് അക്കൗണ്ട് സെക്ഷനിലേക്ക് തന്നെ വരിക. നമ്മുടെ ഫോട്ടോയുടെ ചിഹ്നത്തിൽ സെലക്ട് ചെയ്യുക, മാനേജ് അക്കൗണ്ട്സ് എടുക്കുക. അതെടുത്ത് വീണ്ടും സെക്യൂരിറ്റി എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴോട്ട് നോക്കുക. അപ്പോൾ അവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പച്ച ടിക്കായിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കഴിഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നേരെ മുകളിൽ കാണുന്ന ആ സെർച്ച് ബട്ടൺ ഉണ്ടല്ലോ, അവിടെ നമ്മൾ APP എന്ന് ടൈപ്പ് ചെയ്യാം. ആപ്ലിക്കേഷൻ പാസ്വേഡിൻ്റെ APP ആണ്. അപ്പോൾ അവിടെ APP പാസ്വേഡ് എന്നുള്ളൊരു ടാബ് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ താഴോട്ടായിട്ട് നമുക്ക് ഒരു നെയിം കൊടുക്കാൻ പറയും. അവിടെ ബാക്കപ്പ് എന്ന് എന്തെങ്കിലും കൊടുത്താൽ മതി, അതൊന്നും വിഷയമല്ല. അതിനുശേഷം ക്രിയേറ്റ് ബട്ടൺ ഉണ്ട് താഴത്തെ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പാസ്വേഡ് വരും. ഈ ഒരു പാസ്വേഡ് നമ്മൾ കോപ്പി ചെയ്ത് വെക്കുക. എവിടെയെങ്കിലും ഒരു നോട്ട് പാഡിലോ വേർഡിലോ എവിടെയെങ്കിലും ഈ ഒരു പാസ്വേഡ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യുമ്പം ഇടയ്ക്കുള്ള സ്പേസ് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ പേസ്റ്റ് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ പേസ്റ്റ് ചെയ്തതിനു ശേഷം സ്പേസ് ഒഴിവാക്കിയാൽ മതി. ഒരുമിച്ച് നിൽക്കണം പാസ്വേഡ്, അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മളത് ഒരു വേർഡിലോ നോട്ട് പാഡിലോ എവിടെയെങ്കിലും അതുകൊണ്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇമെയിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഇമെയിലിൻ്റെ ടാബുകളൊക്കെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മുടെ പുതിയ ഇമെയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഇമെയിൽ ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യാം. ഇമെയിൽ ലോഗിൻ ചെയ്ത് വീണ്ടും അതിൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ ഓൾ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ 4ാമത്തെ ടാബ് നിങ്ങൾക്ക് കാണാം, അക്കൗണ്ട്സ് ആൻഡ് ഇമ്പോർട്ട് എന്നുള്ളൊരു ടാബ്. ആ അക്കൗണ്ട്സ് ആൻഡ് ഇമ്പോർട്ട് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ടായിട്ട് നമുക്ക് കാണാം ചെക്ക് ഇമെയിൽ ഫ്രം അതർ അക്കൗണ്ട്സ് എന്നിട്ട് അവിടെ ഏടെ മെയിൽ അക്കൗണ്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. അതിൽ നമ്മൾ നേരത്തെ നമ്മുടെ മെമ്മറി ഫുള്ളായ ഇമെയിൽ ഉണ്ടല്ലോ, ആ ഇമെയിൽ ID അടിച്ചു കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടണിൽ ഇതിൽ യെസ് വേണ്ട, 2ാമത്തെ നോ കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം ഇങ്ങനൊരു സ്ക്രീനാണ് വരിക. ഇതിൽ ഏറ്റവും മേലെയായിട്ട് നമ്മുടെ ആ ഇമെയിൽ ID അത് ഫുള്ളായിട്ട് gmail.com കൂടി അടിച്ചു കൊടുക്കുക. തൊട്ട് താഴെ ഒരു പാസ്വേഡ് എന്നുള്ളൊരു സ്ക്രീനാണ്. അവിടെ നമ്മൾ നേരത്തെ നോട്ട് പാഡിൽ
പേസ്റ്റ് ചെയ്ത് വെച്ചാൽ ആ പാസ്വേഡ് കോപ്പി ചെയ്യാം. എന്നിട്ട് ആ പാസ്വേഡ് അങ്ങനെ തന്നെ അവിടെ പേസ്റ്റ് ചെയ്ത് വെക്കുക. ഇതിന് താഴെയായിട്ട് mail.gmail.com എന്നാണ്. അത് മാറ്റിയിട്ട് pop.gmail.com എന്നടിക്കുക. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പോർട്ട് 995 ആയി കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെയുള്ള ആ 2 കാര്യങ്ങൾ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം അതിൻ്റെ താഴെയുള്ള ആഡ് അക്കൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും. അതിൽ നമ്മൾ നോ കൊടുക്കുക. നോ കൊടുത്തിട്ട് ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെയിലുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ചെക്കിംഗ് മെയിൽ ഫ്രം അതേഴ്സ് എന്നുള്ളത് അവിടെ നോക്കി ഞങ്ങൾക്ക് കാണാം. ചെക്കിംഗ് മെയിൽ എന്നിട്ട് 3 കുത്ത്, അത് ലോഡിംഗ് ആണ്. മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, മറ്റേ മെയിലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒരുപാട് സമയം എടുക്കുന്ന കാര്യമാണ്. 24 മുതൽ 48 മണിക്കൂറൊക്കെ എടുക്കും ഡാറ്റേൻ്റെ വലുപ്പത്തിനനുസരിച്ച്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള സ്ക്രീനാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാവും. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും മെയിലുകൾ ഇങ്ങോട്ട് ഫെച്ച് ചെയ്ത് ഇനി ഇത്രയും ബാക്കിയുണ്ട്. ഇത് കംപ്ലീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ മെയിൽ ഇതുപോലെ പഴയ മെയിലിൻ്റെ മെയിലുകളൊക്കെ വന്ന് കിടക്കുന്നത് കാണാം. നിങ്ങൾക്ക് ഇതിങ്ങനെ ലേബിളായിട്ടാണ് വരിക. നമ്മുടെ പഴയ മെയിലിൻ്റെ പേര് അതിൻ്റെ മേലെ ലേബിളായിട്ട് തന്നെ കാണാം. ഇനി ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പഴയ മെയിലിൽ പോവുക, എല്ലാ മെയിലുകളും ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്താലും കുഴപ്പമില്ല, മെയിലുകളൊക്കെ ഈ പുതിയ മെയിലുണ്ടാവും. അങ്ങനെ അതിലുള്ള സ്പേസ് ഫ്രീ ചെയ്യുക. ഇത് നമുക്ക് ഈ ഇമ്പോർട്ട് ചെയ്യുന്നത് എപ്പം വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം. അതിന് ചെയ്യേണ്ടതൊന്നുമില്ല. നേരെ സെറ്റിങ്സിലേക്ക് പോവാം. സി ഓൾ സെറ്റിങ്സ് എടുക്കുക, അക്കൗണ്ട്സ് ആൻഡ് ഇമ്പോർട്ട് ടാബ് എടുക്കുക. അതിൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചത് കാണാം, ചെക്ക് മെയിൽ ഫ്രം അതേഴ്സ്. അത് അപ്പുറമുള്ള ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഈ ചെയ്ത മുഴുവൻ ക്യാൻസൽ ആയിക്കോളും. ഇനി നമ്മുടെ ജിമെയിലിലെ മെമ്മറി ഇതുപോലെ ഫുള്ളായി കഴിഞ്ഞാൽ സ്റ്റോറേജ് ഒന്നും പൈസ കൊടുത്തൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഇതുപോലെ ഒരു മെയിൽ ഐ ഡി പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിലേക്ക് നമ്മുടെ മെയിലുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം പഴയ മെയിൽ ഐ ഡിയിലുള്ള മെയിലുകളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമുക്ക് പഴയ മെയിൽ ഐ ഡി സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.